ഷിംജിതയുടെ റിമാൻഡ് റിപ്പോർട്ട് വന്നിട്ടുണ്ട്. ഷിംജിത പോലീസുകാർ ചോദിച്ചപ്പോൾ മൊഴി ആവർത്തിക്കുകയാണ് ചെയ്യുന്നത്. ദീപക് അപമാനിച്ചു എന്ന് തന്നെയാണ് ഷിംജിത മൊഴി ആവർത്തിച്ച് പറയുന്നത്. ഷിംജിതയുടെ ഫോണിൻ്റെ വിശദമായിട്ടുള്ള പരിശോധനയ്ക്ക് വേണ്ടി പോലീസുകാർ ഫോൺ എന്തായാലും ഫോറൻസിക്കിൽ കൊടുത്തിട്ടുണ്ട്. പക്ഷേ ഷിംജിതയുടെ വിഷയം ഇന്നലെ വീഡിയോ ചെയ്ത സമയത്ത് ഞാനൊരു കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതായത് ഷിംജിത ഒറ്റയ്ക്ക് ഈ വീഡിയോ എഡിറ്റ് ചെയ്തിടാൻ വളരെ ചാൻസ് കുറവാണ്. ഷിംജിതയ്ക്ക് എവിടുന്നെങ്കിലും ഒരു ഹെൽപ്പ് കിട്ടാനുള്ള ചാൻസ് വളരെ കൂടുതലാണ്. കാരണം ആ വീഡിയോയുടെ ഒരു ഫോർമാറ്റ് നോക്കുമ്പോൾ, ഇപ്പോൾ ഞാൻ അത്യാവശ്യം വീഡിയോ സ്വന്തമായിട്ട് എഡിറ്റ് ചെയ്യുന്ന ഒരാളാണ്. ഞാൻ ആ ഫോർമാറ്റ് നോക്കുമ്പോൾ അത്യാവശ്യം ഒരു പ്രോ ലെവൽ എഡിറ്റർക്ക് എഡിറ്റ് ചെയ്യാൻ പറ്റുന്ന രീതി, അതായത് ഈ സ്ലോ മോഷൻ സ്മൂത്തൻ ചെയ്യുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറച്ച് ടഫായിട്ടുള്ള പരിപാടിയാണ്. അപ്പോൾ സ്ലോ മോഷൻ സ്മൂത്തൻ ചെയ്യാൻ വേണ്ടിയിട്ട് ഷിംജിത വേറെ ഒരാളുടെ ഹെൽപ്പ് നേടിയോ എന്നുള്ളത് ഒന്ന് നമ്മൾ അറിയേണ്ടിയിരിക്കുന്നു. രണ്ടാമത് 8 മിനിറ്റ് 7 വീഡിയോസ്. ഓക്കെ, 7 വീഡിയോൻ്റെ ടോട്ടൽ ദൈർഘ്യം 8 മിനിറ്റ് എന്ന് പറയുമ്പോൾ അത് ഭയങ്കര മിസ്മാച്ചിങ് ആണ്. അതിൽ തന്നെ കുറേ ചോദ്യങ്ങളും കിടക്കുന്നുണ്ട്. അപ്പോൾ ഈ ഒരു പെർട്ടിക്കുലർ വീഡിയോനകത്ത് ഷിംജിതയുടെ ഫോണിനകത്തുള്ള 7 വീഡിയോസ് അത് എഡിറ്റ് ചെയ്ത് എന്ന് സംശയിക്കേണ്ടിയിരിക്കുന്ന വേറൊരു പേഴ്സൺ ഉണ്ടോ, ആൻഡ് ഷിംജിതയുടെ റിമാൻഡ് റിപ്പോർട്ടിൽ പോലീസുകാർ ഷിംജിത റിമാൻഡ് റിപ്പോർട്ടിൽ എഴുതിയ കാര്യങ്ങൾ, ഇതെല്ലാം കൂടിയാണ് നോക്കുന്നത്. അതിന് മുമ്പ് ഞാൻ ഇന്നലെ പറഞ്ഞു വെച്ച ആ പോയിന്റിൽ നിന്ന് നമുക്ക് രണ്ടാമതൊന്ന് തുടങ്ങാം. പിന്നെ ഈ ഷിംജിതയുടെ ഫോൺ 8 മിനിറ്റ് ഷൂട്ട് ചെയ്ത വീഡിയോ ആണെന്നാണ് അറിയാൻ കഴിയുന്നത്. ഷിംജിത 8 മിനിറ്റ് ഷൂട്ട് ചെയ്ത വീഡിയോയിൽ 2 വീഡിയോ ക്ലിപ്പുകൾ ചേർത്തിട്ടാണ് ഷിംജിത ദീപക്കിനെതിരെ ആ ഒരു വീഡിയോ പോസ്റ്റ് ചെയ്തിട്ടുള്ളത്. ഷിംജിതയുടെ ഫോണിൽ ഇനി ആകെയുള്ളത് ഷിംജിതയുടെ ഫോണിലുള്ള വിഷ്വൽസാണ്. എൻ്റെ ഒരു ഊഹം വെച്ച് ഞാൻ പറയാം, ഷിംജിത ഒളിവിലുള്ള ടൈമിൽ തന്നെ ആ വിഷ്വൽസിൽ എന്തെങ്കിലും ഉണ്ടായിരുന്നു എന്നുണ്ടെങ്കിൽ അത് അവരെങ്ങനെയും പുറത്തിട്ടിട്ട് അവരെന്ത് ചെയ്യും, അവരുടെ ഭാഗം ക്ലിയർ ആക്കാനുള്ള ശ്രമം അവർ നടത്താതിരിക്കുന്നില്ല. കാരണം ഇത്രയും പബ്ലിക് ഔട്ട്റേജ് ഉണ്ടാകുന്ന സമയത്ത് അവരത് ട്രൈ ചെയ്തിരിക്കില്ല ഒരിക്കലും. ഷിംജിത പോയി കഴിഞ്ഞ് അവിടുന്ന് വീഡിയോ എടുത്തു കഴിഞ്ഞ് അത് വീട്ടിലെത്തി ഷിംജിത തന്നെയാണോ എഡിറ്റ് ചെയ്തത്, അത് ഷിംജിതയ്ക്ക് വേണ്ടി വേറെ ആരെങ്കിലും ഇത് എഡിറ്റ് ചെയ്ത് കൊടുത്തോ? ദാറ്റ്സ് എ ഡിഫറെൻറ്റ് ക്വസ്റ്റ്യൻ. അതൊരു വേറെ ക്വസ്റ്റ്യനാണത്. അങ്ങനെയാണെങ്കിൽ ഇത് എഡിറ്റ് ചെയ്ത് കൊടുത്ത ആൾ പെടും. നാളെ അങ്ങനെ ഒരു ക്യാരക്ടർ ഇതിലേക്ക് വരില്ല എന്ന് നിങ്ങൾക്ക് പറയാൻ പറ്റുമോ? ഞാൻ പറയുന്നു അങ്ങനെ ഒരു ക്യാരക്ടർ ഇതിനകത്തുണ്ട്. ഇത് ഷിംജിത മാത്രം പ്ലാൻ ചെയ്തിട്ട് റീലല്ല എന്നാണ് എൻ്റെ മനസ്സ് പറയുന്നത്. ഓക്കെ, കമ്മിങ് ഡേയ്സിൽ മേ ബി നിങ്ങൾ അറിയാൻ പോകുന്നത് ഷിംജിത വീഡിയോ എടുത്തു, ഷിംജിത ഈ എടുത്ത വീഡിയോ സുഹൃത്തിന് കാണിച്ചു കൊടുത്തു, സുഹൃത്ത് ഷിംജിതയ്ക്ക് പറഞ്ഞു കൊടുത്തൊരു ഐഡിയ ആണ്, സുഹൃത്തിന് ചിലപ്പോൾ നാളെ പൊക്കാം. നോക്കാം. എൻ്റെ ഒരു സംശയം, എൻ്റെ ഒരു ഇൻക്യൂഷനാണ് ഞാൻ ഇന്നലെ വീഡിയോയിൽ ഇത് പറഞ്ഞു വെച്ചത് രാത്രി. കാരണം എനിക്ക് കുറച്ച് ദിവസമായിട്ട് തോന്നുന്നുണ്ട് ഈ വീഡിയോ ഞാൻ ഇങ്ങനെ എടുത്ത് ഡീകോഡ് ചെയ്ത് നോക്കുന്ന സമയത്ത് ഈ വീഡിയോ ഷിംജിത ഒറ്റയ്ക്ക് എഡിറ്റ് ചെയ്യാൻ വളരെ ചാൻസ് കുറവാണെന്നും ഈ വീഡിയോയ്ക്ക് പിന്നിൽ ഷിംജിതയ്ക്ക് ഒരു സ്ക്രിപ്റ്റ് ഉണ്ട്, ആ സ്ക്രിപ്റ്റ് എക്സിക്യൂട്ട് ചെയ്ത് ഷിംജിത ഒറ്റയ്ക്കല്ല വേറൊരാൾ കൂടി ഷിംജിതയെ ഹെൽപ്പ് ചെയ്യാനുള്ള ചാൻസ് കൂടുതലുണ്ട് എന്നുള്ളൊരു തോന്നൽ കൊണ്ടാണ് ഞാനിങ്ങനെ പറഞ്ഞത്. പിന്നെ മാത്രമല്ല 7 ക്ലിപ്പ് 8 മിനിറ്റ് എന്നൊക്കെ പറയുമ്പോഴത്തേക്ക് അതിനകത്ത് പയ്യന്നൂർ റെയിൽവേ സ്റ്റേഷൻ മുതൽ പയ്യന്നൂർ ബസ് സ്റ്റാൻഡ് വരെ ഇന്നലെ നമ്മൾ ബൈജുചാറിൻ്റെ വീഡിയോ കണ്ടപ്പോൾ പറഞ്ഞിരുന്നു 1 കിലോമീറ്ററും ചില്ലറയും 1.5 കിലോമീറ്ററിൻ്റെ താഴെ ഡിസ്റ്റൻസ് ഉള്ളൂ, 4 മിനിറ്റ് മാത്രമാണ്. അവിടുത്തെ ബസ്സിൻ്റെ സ്പീഡ് നമുക്കറിയാം, പയ്യന്നൂരൊക്കെ ഓടുന്ന ബസ്സിൻ്റെയൊക്കെ സ്പീഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കാറോ ബൈക്കോ പോകുന്നതിനേക്കാൾ കുത്തിക്കൊള്ളിച്ച് പോകുമ്പോൾ പോകും. ഇനിയിപ്പോൾ അല്ല, ഒരു നോർമൽ സ്പീഡിൽ പോയാലും 4-5 മിനിറ്റ്, ഇനിയിപ്പോൾ ഒരു 6-7 മിനിറ്റ്. അങ്ങനെയാണെങ്കിൽ തന്നെ അവിടെ വലിയൊരു മിസ്മാച്ച് എന്താ അറിയോ? ഈ പലരും ഷിംജിതയ്ക്ക് വേണ്ടി സംസാരിക്കുന്നവരാദ്യം മനസ്സിലാക്കേണ്ടത് 7 ക്ലിപ്പ്, ഓക്കെ, വെറും 1.5 കിലോമീറ്ററിന് താഴെയുള്ള ഒരു യാത്രയ്ക്ക് ദീപക്കിനെ ഉൾക്കൊള്ളിച്ചുകൊണ്ട് ഷിംജിത എടുത്തുള്ളത് 7 ക്ലിപ്പുകളാണ്. പോലീസുകാർ വളരെ കൃത്യമായി പറയുന്നുണ്ട് ഫോണിൽ 7 ക്ലിപ്പുകളുണ്ട് എന്നുള്ളത്. ഈ 7 ക്ലിപ്പും എടുക്കണം എന്നുണ്ടെങ്കിൽ അവരാദ്യം പറഞ്ഞത് എന്താ, മുന്നിൽ നിൽക്കുന്ന ഷിംജിതയുടെ മുന്നിൽ നിൽക്കുന്ന ദീപക്കിൻ്റെ മുന്നിൽ നിൽക്കുന്ന സ്ത്രീ, ആ സ്ത്രീക്ക് പറ്റുന്ന ദീപക് ചെയ്യുന്ന വൃത്തികേട് കണ്ടിട്ടാണ് ഷിംജിത വീഡിയോ എടുത്തതെന്നാണ്. അപ്പോൾ ഈ 7 ക്ലിപ്പ് എടുക്കുക എന്ന് പറയുമ്പോൾ തന്നെ അതിൽ ദുരൂഹത ഉണ്ട്. കാരണം കയറുന്നത് മുതൽ അല്ലെങ്കിൽ കയറി അപ്പം മുതൽ ഇൻറ്റൻഷൻ എന്താണെന്നുള്ളത് നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കുക. അതായത് ഈ വ്യക്തിയെ സ്കെച്ച് ചെയ്തിട്ടുണ്ട് ഷിംജിത. അതെങ്ങനെ സ്കെച്ച് ചെയ്തു, എന്ത് കാരണം കൊണ്ട്,
സ്കെച്ച് ചെയ്തു. ദീപക്കിനെ അപ്പോൾ ഷിംജിത എവിടെ മുതൽ ഫോളോ ചെയ്യുന്നുണ്ട്? പോലീസുകാർ കൃത്യമായിട്ടും റെയിൽവേ സ്റ്റേഷനിലെ CCTV ക്യാം എടുത്തൊന്ന് പരിശോധിച്ച് നോക്കണം. ബസ്സിലേക്ക് കയറുന്ന ഷിംജിതയും ഈ പറഞ്ഞ ദീപക്കും, ഈ രണ്ട് വ്യക്തികളും അതിന് മണിക്കൂറുകൾക്ക് മുമ്പ് ഒരേ CCTV ക്യാമറയിൽ ഒരേ സ്ഥലങ്ങളിൽ പെട്ടിട്ടുണ്ടോ എന്നുള്ളതൊന്ന് എടുത്തു നോക്കിയാൽ കുറച്ചും കൂടി ഒരു ക്ലാരിറ്റി ഈ വിഷയത്തിൽ കിട്ടും. കാരണം വെറുതെ റാൻഡമായിട്ട് പെട്ടെന്നൊരു മുന്നിൽ നിൽക്കുമ്പോൾ ഒരു യാത്ര തുടങ്ങി, ഇപ്പോൾ രണ്ടുപേരൊരു ബസ്സിൽ കയറി, ഒരാൾ വേറൊരാൾ ഉപദ്രവിക്കുന്നത് ബാക്കിൽ നിന്നൊരാൾ കണ്ട് അയാൾ വീഡിയോ എടുത്ത് തുടങ്ങുക എന്ന് പറയുമ്പോൾ തന്നെ ബസ് യാത്ര, ഇപ്പോൾ ദീപക് അങ്ങോട്ട് ഓടി കയറി അപ്പം തന്നെ അങ്ങോട്ട് മുന്നിൽ നിൽക്കുന്ന ലേഡിയെ പിടിച്ചിട്ട് അപമാനിക്കാൻ തുടങ്ങി, അല്ലെങ്കിൽ വൃത്തികേട് ആ പെണ്ണിനോട് കാണിക്കാൻ തുടങ്ങി എന്ന് പറയുമ്പോൾ അത് എനിക്ക് ഉൾക്കൊള്ളാൻ കഴിയുന്നില്ല. അപ്പോൾ ആ ബസ് കയറി ബസ് എടുത്തൊരു 1-2 മിനിറ്റ് കഴിഞ്ഞിട്ടൊക്കെ ആവും ചിലപ്പോൾ ഇങ്ങനത്തെ ഒരു വ്യക്തികൾ ആരാണ് അവർ നോക്കും. ഇപ്പം ദീപക്കിന് ഇപ്പം ഇങ്ങനത്തെ ഒരു ഇൻറ്റൻഷൻ ഉണ്ട്, ബസ് കയറി ഉടനെ ഒരു സ്ത്രീ അങ്ങോട്ട് എന്തെങ്കിലും ചെയ്യണം എന്നുള്ള ഇൻറ്റൻഷൻ ഉണ്ട്, അയാൾ അങ്ങനെ ചെയ്യുന്ന ഒരാളാണെന്നുണ്ടെങ്കിൽ പോലും അയാളുടെ ക്രൈമിനൊരു മോഡസ് കാണും. മനസ്സിലായാൽ അയാൾ അങ്ങനെ ക്രൈം ചെയ്യുന്ന ഒരാളെങ്കിൽ അതിന് മോഡസ് കാണും. എന്ത് കറക്റ്റ് ഒരു ഇരയെ കണ്ടുപിടിക്കും. അല്ലാതെ മുന്നിൽ നിൽക്കുന്ന ആരെ വേണമെങ്കിൽ കയറി അത് ഹിറ്റേലല്ല അങ്ങനത്തെ ഒരു ക്രിമിനൽ ചെയ്യുന്ന പരിപാടി. ഷിംജിത പറയുന്ന കാര്യങ്ങളും ഷിംജിത 7 വീഡിയോ എടുത്തതും ഈ പയ്യന്നൂർ റെയിൽവേ സ്റ്റേഷനും ബസ് സ്റ്റാൻഡും തമ്മിലുള്ള ദൂരവും ഒക്കെ കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ 7 വീഡിയോ എടുക്കുക എന്ന് പറഞ്ഞാൽ അത് ഇൻറ്റൻഷനലി അയാളെ ബസ്സിൽ കയറുന്നതിന് മുമ്പേ സ്കെച്ച് ചെയ്ത് പിന്നെ ബസ്സിൽ കയറി ഉടനെ വീഡിയോസ് എടുത്തു തുടങ്ങി അയാളെ പ്രൊവോക്ക് ചെയ്ത് അത് വീഡിയോ ആയിട്ട് എടുത്തതിന് ശേഷം തിരിച്ചിറങ്ങി അത് വീട്ടിലെത്തിയതിന് ശേഷം അതിനൊരു സ്ക്രിപ്റ്റ് ഇട്ട് അത് വേറൊരാൾക്ക് അയച്ചു കൊടുത്ത് അയാളുടെയും കൂടിയും ഉപദേശപ്രകാരം വേറൊരാളിലേക്ക് അത് അയച്ചു കൊടുത്തത് എഡിറ്റ് ചെയ്തത് പോസ്റ്റ് ചെയ്യുകയാണ് ഉണ്ടായെന്നുള്ളതാണ് എൻ്റെ ഒരു നിഗമനം. ഇനി നമ്മൾ നോക്കേണ്ടത് ഇന്ന് ന്യൂസിൽ വന്ന ഡീറ്റെയിലുകളാണ്. ഓക്കെ, അപ്പോൾ ഓരോന്നായിട്ട് നമുക്ക് പ്ലേ ചെയ്യാം. ശക്തമായ സമ്മർദ്ദം മാധ്യമങ്ങളുടെ അടക്കം ഭാഗത്തു നിന്ന് വലിയ സമ്മർദ്ദം ഉണ്ടായതിന്റെ പശ്ചാത്തലത്തിൽ പോലീസിന് മറ്റു നിക്കക്കള്ളിയില്ലാതെ ഇന്നലെ വൈകിട്ട് വീട്ടിലെത്തി ദീപകിന്റെ മാതാവിന്റെ ഒക്കെ മൊഴി വിശദമായി രേഖപ്പെടുത്തുകയും ചെയ്തിരുന്നു. ഈ പശ്ചാത്തലത്തിലാണ് ഇപ്പോൾ ഇന്നലെ ഒരേ സമയം, അതായത് വീട്ടിലെത്തി ദീപകിന്റെ മാതാവിന്റെയും പിതാവിന്റെയും മൊഴി രേഖപ്പെടുത്തുന്ന അതേ സമയം തന്നെ വടകരയിലെ യുവതിയുടെ വീട്ടിലെത്തി അവരുടെ മൊഴിയും മെഡിക്കൽ കോളേജ് SHO രേഖപ്പെടുത്തിയിരുന്നു. അതിന് പിന്നാലെയാണ് ഈ യുവതി ഒളിവിൽ പോകുന്ന ഒരു സാഹചര്യം ഉണ്ടായിട്ടുള്ളത്. നിലവിൽ ഇവരെവിടെയാണ് എന്നുള്ളതിനെ കുറിച്ച് യാതൊരു വിവരവുമില്ല. നേരത്തെ ഇവർ വിദേശത്താണ് ഉണ്ടായിരുന്നത്, വിദേശത്തേക്ക് തന്നെ കടന്നിരിക്കാം എന്നുള്ളൊരു സൂചന കൂടി പോലീസിന് ഇപ്പോൾ ലഭ്യമായിട്ടുണ്ട്. ദുബൈയിലാണ് ഇവർ ഉണ്ടായിരുന്നത്, അവിടേക്ക് തന്നെ കടന്നിരിക്കാമെന്നും പോലീസ് കരുതുന്നുണ്ട്. ഇന്നലെ ഈ യുവതിയുടെ മൊബൈൽ ഫോൺ പോലീസ് കസ്റ്റഡിയിൽ എടുക്കണം എന്ന് ഉദ്ദേശിച്ചിരുന്നു, പക്ഷേ അതും ലഭ്യമായിട്ടില്ല. കാരണം ആ ഫോണിലാണ് ഇതിന്റെ ഒറിജിനൽ ഫുട്ടേജ് ഉള്ളത്. നമ്മൾ ഈ നേരത്തെ കണ്ടിട്ടുള്ള ഒരുപാടധികം ആളുകൾ കണ്ടിട്ടുള്ള വീഡിയോ, വൈറൽ വീഡിയോ ഉള്ളത് യുവതിയുടെ ആ ഫോണിലാണ്. ആ ഫോൺ ഇതുവരെ അന്വേഷണ സംഘത്തിന് ലഭിച്ചിട്ടില്ല. ആ ഫോൺ ലഭിച്ചാൽ മാത്രമേ അതിൽ നിന്ന് ആ ദൃശ്യങ്ങൾ പോലീസിന് ശേഖരിക്കാൻ കഴിയുന്നു. പോലീസിന്റെ ഭാഗത്തുനിന്ന് വന്ന മിസ്റ്റേക്കിന്റെ ഏറ്റവും വലിയ ഒരു ടേണിംഗ് പോയിന്റ് ഇവിടെയാണ്. അതായത് ഷിംജിതയ്ക്കെതിരെ കേസ് എടുത്ത് കഴിഞ്ഞതിന് ശേഷം ഒരേ സമയം ദീപക്കിന്റെ വീട്ടിലേക്കും ഷിംജിതയുടെ വീട്ടിലേക്കും പോലീസ് പോകുന്നത് ഒരേ സമയമാണ്. ഒരേ സമയം പോകുന്ന സമയത്ത് എങ്ങനെയാണ് ഷിംജിത അവിടുന്ന് മുങ്ങിയത്? ഒരു ചോദ്യമാണ്. മുങ്ങി ഒളിവിൽ പോയി. ഷിംജിത ഓൾറെഡി ഫോണിൽ നിന്ന് എല്ലാ വിഷ്വൽസും ഡിലീറ്റ് ചെയ്ത് കാണും. ഷിംജിത ഓൾറെഡി അവരുടെ സോഷ്യൽ മീഡിയ അക്കൗണ്ടുകൾ ആ ഫോണിൽ, നാട്ടിലെ ഫോണിൽ അവൈലബിൾ ആയതൊക്കെ മുക്കി. അപ്പോൾ കൃത്യമായ നിയമോപദേശം ഷിംജിതയ്ക്ക് കിട്ടിയിട്ടുണ്ട്. ഓക്കെ, അതുകൊണ്ടാണല്ലോ ഇപ്പോഴും അവരുടെ മൊഴിയിൽ തന്നെ ഉറച്ചു നിൽക്കുന്നത്. അപ്പോൾ ഇത് ഒരു മേജർ മിസ്റ്റേക്കാണ്. പോലീസുകാരുടെ ഭാഗത്തു നിന്ന് തന്നെ ആരൊക്കെയോ ഷിംജിതയെ ഹെൽപ്പ് ചെയ്തു. കാരണം ദീപക്കിൻ്റെ വീട്ടിൽ ദീപക്കിൻ്റെ അച്ഛനും അമ്മയും ഷിംജിതയ്ക്കെതിരെ വളരെ സോളിഡ് ആയിട്ടുള്ള കേസ് വരാൻ പാകത്തിന് മൊഴി കൊടുത്തു എന്നറിഞ്ഞ ആ സ്പോട്ടിൽ ഷിംജിത അവിടുന്ന് മുങ്ങാണ്. ഓക്കെ, ഇവിടെയാണ് ഇതിൻ്റെയൊക്കെ തുടക്കം വരുന്നത്. ആൻഡ് ചില മീഡിയയിൽ പറയുന്നു ഷിംജിതയുടെ ഫോണ് 20-ാം തീയതി, ഓക്കെ 20-ാം തീയതി തന്നെ പോലീസുകാരെന്ത് ചെയ്തിട്ടുണ്ട്, ഈ മൊഴി രേഖപ്പെടുത്താൻ പോയ സമയത്ത് തന്നെ കൈക്കലാക്കിയിട്ട് അതിൽ നിന്ന് വിഷ്വൽസ് റിട്രീവ് ചെയ്യാൻ നോക്കി, പിന്നെ അത് ഫോറൻസിക്കിന് കൊടുത്തു എന്ന് പറയുന്നുണ്ട്. അത് അത്ര ക്ലാരിറ്റി ഉള്ള ഒരു ന്യൂസായിട്ട് എനിക്ക് പേഴ്സണലി തോന്നിയില്ല. അതുകൊണ്ട് ഞാനത് പറയുന്നില്ല. അത് ഞാൻ എടുത്ത് വെച്ച് നിങ്ങൾക്ക് എന്ത് ചെയ്യുന്നില്ല, അത് ഞാൻ എൻടോസ് ചെയ്യുന്നില്ല. ഇത് ഷിംജിത എന്ന് പറഞ്ഞ വ്യക്തി പ്ലാൻ ചെയ്ത് എക്സിക്യൂട്ട് ചെയ്തൊരു കാര്യമാണെന്ന് സംശയിക്കാൻ ഇനിയും ഒരുപാട് തെളിവുകൾ ഈ പറഞ്ഞ റിമാൻഡ് റിപ്പോർട്ട് വായിക്കുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവും. 1 by 1 ഒന്നുകൂടി നമുക്ക് നോക്കാം. റിമാൻഡ് റിപ്പോർട്ടിൽ അന്വേഷണ ഉദ്യോഗസ്ഥൻ പറയുന്നത് CCTV പരിശോധിച്ചതിലും അതോടൊപ്പം ബസ്സിലെ ജീവനക്കാരുടെ മൊഴി രേഖപ്പെടുത്തിയതിലും ആ ബസ്സിനകത്ത് അസ്വാഭാവികമായി
ഒന്നും ഉണ്ടായിട്ടില്ല എന്നുള്ളതാണ്. ഇരുവരും ബസ്സിൽ കയറുന്നുണ്ട്. സ്വാഭാവികമായി തന്നെ രണ്ടുപേരും ഇറങ്ങിപ്പോകുന്നുണ്ട്. ഒരു തരത്തിലുമുള്ള അസ്വാഭാവികത ഷിംജിത ആരോപിക്കുന്ന തരത്തിൽ ദേഹത്ത് തൊടുകയോ സ്പർശിക്കുകയോ ലൈംഗികോദ്ദേശത്തോടു കൂടി ഏതെങ്കിലും തരത്തിൽ പെരുമാറുകയോ അതിനെ തുടർന്ന് ബസ്സിൽ എന്തെങ്കിലും തരത്തിൽ അസ്വാഭാവിക സംഭവങ്ങൾ ഉണ്ടാവുകയോ ഒന്നും ചെയ്തിട്ടില്ല എന്നുള്ളതാണ് റിമാൻഡ് റിപ്പോർട്ടിൽ പറയുന്നത്. എഗെയിൻ ഈ ഷിംജിതയ്ക്ക് വേണ്ടി വാദിക്കുന്നവരോടാണ് റിമാൻഡ് റിപ്പോർട്ടിൽ പോലീസുകാർ പ്രാഥമിക അന്വേഷണം കഴിഞ്ഞതിന് ശേഷമാണ് അറസ്റ്റ് ചെയ്ത റിമാൻഡ് റിപ്പോർട്ട് തയ്യാറാക്കിയിട്ടുള്ളത്. അതായത് CCTV വിഷ്വൽസ് ബസ്സിലെ ചെക്ക് ചെയ്തു. ദുരൂഹ സാഹചര്യത്തിലൊന്നും കാണാനില്ല, അസ്വാഭാവികമായിട്ടൊന്നും കാണാനില്ല. ബസ്സിലെ ആളുകളുടെ മൊഴിയെടുത്തു. അസ്വാഭാവികമായിട്ടുള്ള ഒരു സിറ്റുവേഷനും അവർ കണ്ടിട്ടില്ല, അവർക്കൊന്നും പറയാനില്ല. ഷിംജിത മാത്രമാണ്, ഏഷ്യാനെറ്റിന് മാത്രമാണ് ഷിംജിത ഒരു ബൈറ്റ് കൊടുത്തത്. ആ ബൈറ്റിനകത്ത് പറയുന്നത് ഷിംജിത ഈ വ്യക്തിയോട് തട്ടിക്കയറിയെന്നും അതിനുശേഷം ദീപക് എന്ന് പറഞ്ഞ വ്യക്തി ബസ്സിൽ നിന്ന് ഇറങ്ങി ഓടുന്ന പോലെ ഒരു ശ്രമം നടത്തിയെന്നും അത് ചോദ്യം ചെയ്യാൻ വേറൊരാൾ ചെന്നു എന്നും. പക്ഷേ CCTV വിഷ്വലിൽ വളരെ കൂളായിട്ട് രണ്ടുപേരും ബസ്സിൽ നിന്ന് കയറുന്നു, ഇറങ്ങിപ്പോകുന്നു. അതെങ്ങനെ സംഭവിച്ചു? ഷിംജിതയുടെ വാക്കുകൾ നിങ്ങൾ ഓർക്കുന്നില്ല എന്നുണ്ടെങ്കിൽ ഞാൻ ഒന്നുകൂടി ഇവിടെ പ്ലേ ചെയ്യാം. ഒന്നും ചോദിച്ചില്ല. ഞാൻ ഫോണിൽ വീഡിയോ ഓൺ ചെയ്തിട്ട് ഇങ്ങനെ പിടിച്ചു. അയാൾ കാണുന്ന പോലെ തന്നെ സെൽഫി വീഡിയോ ഓൺ ചെയ്ത് പിടിച്ചു. അയാളത് നോക്കുന്നുണ്ടായിരുന്നു, അത് കണ്ടു. ഞാൻ കുറെ നേരം ആ ഫോൺ അങ്ങനെ തന്നെ പിടിച്ചിട്ടുണ്ടായിരുന്നു. ആദ്യം ഞാൻ റെക്കോർഡ് ചെയ്തിട്ടില്ല, പിന്നെ റെക്കോർഡ് ചെയ്തുകൊണ്ട് പിടിച്ചു. അയാളത് കണ്ട സമയത്ത് അയാൾ ഭയങ്കര കൂളായിട്ടാണ്, ഒന്നും ചെയ്തില്ല, അങ്ങനെ നിന്നു. അത് കഴിഞ്ഞ് കുറച്ച് കഴിഞ്ഞപ്പോൾ പിന്നെ കുറച്ച് തിരക്കൊക്കെ കഴിഞ്ഞു. പെട്ടെന്ന് ബസ് സ്റ്റാൻഡിൽ എത്തിയിട്ടുണ്ട്. ബസ് സ്റ്റാൻഡിൽ എത്തിയപ്പോൾ ഞാൻ പിന്നെയും വീഡിയോ ഓൺ ചെയ്തോണ്ടിരുന്നു. കാരണം അയാൾ തൊട്ടി ഉറുമ്പി നിൽക്കാനാണ് ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ വീഡിയോ ഓൺ ചെയ്ത് വെച്ചു. ആ സമയത്ത് പിന്നെ ഇറങ്ങുന്ന സമയത്ത് അയാളെ പുറകിലും ഞാനുണ്ടായിരുന്നത്. അപ്പം നേരെ എന്റെ മേലിൽ അയാളെ കൈ ടച്ച് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അത് കറക്റ്റ് വീഡിയോയിൽ വ്യക്തമായിട്ട് കാണാം. അങ്ങനെ ചെയ്തു. അപ്പൊ അത് ഒരു പ്രാവശ്യം റിപ്പീറ്റ് ചെയ്ത് ഞാൻ മാറി നിന്നു. പിന്നെയും അയാളത് ചെയ്തു. ഇങ്ങനെ വീഡിയോയിൽ ഇങ്ങനെ നോക്കുന്നതൊക്കെ കാണിക്കുന്നുണ്ട്. അത് കഴിഞ്ഞപ്പോ അപ്പൊ തന്നെ ഞാൻ എന്താ ചേട്ടാ ഉദ്ദേശം എന്ന് ചോദിച്ചു. അപ്പോഴേക്ക് അയാൾ ഇറങ്ങി ഓടി എന്ന് പറയാൻ പറ്റില്ല, സ്പീഡിൽ അങ്ങ് നടന്നു. അപ്പൊ എന്റെ പുറകിലുണ്ടായിരുന്ന വേറെ ചേട്ടൻ ചോദിച്ചു എന്താ സംഭവം എന്താണെന്ന് വെച്ചു. ഞാൻ പറഞ്ഞു കുറെ നേരമായിട്ട് അയാള് ഇങ്ങനെ എന്തോ ഒരു ചെയ്തുകൊണ്ടിരിക്കുക. അത് കണ്ടപ്പോഴാണ് ഞാൻ വീഡിയോ ഓണാക്കിയത്. എന്നെ തൊട്ട സമയത്ത് ഞാൻ ചോദിച്ചു എന്ന് പറഞ്ഞു. പക്ഷെ അയാള് പെട്ടെന്ന് ഇറങ്ങി നേരെ അങ്ങ് നടന്നു കളഞ്ഞു. പിന്നെ ഞാൻ അയാളെ പുറകെ ഒന്നും പോയില്ല. രണ്ട് വീഡിയോ ഉണ്ടായിരുന്നു. അത് രണ്ടും കൂടെ ചെറിയ ഷോർട്ട് ആക്കിയിട്ട് എഡിറ്റ് ചെയ്തിട്ട് സൊസൈറ്റിയിൽ ഇനി നിങ്ങൾ പറയൂന്ന് പറഞ്ഞിട്ട് ഒരു വീഡിയോ പോസ്റ്റ് ചെയ്യാണ്ടായത്. ഷിംജിത ഒരുപാട് നുണകളും പറയുന്നുണ്ട്. വായെന്ന് കുറച്ച് സത്യവും വിളിച്ചു പറഞ്ഞു. ഷിംജിത പറഞ്ഞ ആദ്യത്തെ നുണ 2 വീഡിയോ ആണ് എടുത്തത്. അല്ല, 7 വീഡിയോ ഉണ്ട്. 8 മിനിറ്റോളം ദൈർഘ്യമുള്ള 7 വീഡിയോ. ഓക്കെ, ഈ മിനിറ്റുകളുടെ വ്യത്യാസം ചിലപ്പോൾ കാണാം, ബട്ട് 7 വീഡിയോസ് ഉണ്ട്. ഷിംജിത ഇവിടെ പറയുന്നത് 2 വീഡിയോ മാത്രമാണ്. പിന്നെ ഷിംജിത പറയുന്നു പല സമയങ്ങളിലും ഫോൺ പൊക്കി പിടിച്ചു, വീഡിയോ ഓണാക്കിയിരുന്നില്ല. ഓണാക്കിയില്ലെങ്കിൽ പിന്നെ എങ്ങനെ 7 വീഡിയോ ആവും? അടുത്ത ചോദ്യം. പിന്നെ പെട്ടെന്ന് ബസ് സ്റ്റാൻഡിൽ എത്തി എന്നുള്ളത് വായനണ്ട് വന്നുപോയി. പിന്നെ ഒഴിയുന്നത് ബസ് സ്റ്റാൻഡിൽ എത്തുമ്പോൾ ആൾക്കാർ ഇറങ്ങി പോകുമ്പോഴാണ്. പിന്നെ ഷിംജിത പറയുന്നു ഷിംജിത ഈ പറഞ്ഞ ദീപക്കിനോട് തട്ടിക്കയറി. അപ്പോൾ എൻ്റെ അറിവിൽ ബസ്സിലുള്ള CCTV ക്യാമറയിലൊക്കെ വോയിസും റെക്കോർഡാവും. അങ്ങനെ ഒരു തട്ടിക്കയറൽ നടന്നിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഒന്നിലും ചുറ്റുവട്ടത്തുള്ള ആരെങ്കിലും കാണും, ഇല്ലെങ്കിൽ ആ CCTVയിലെങ്കിലും അതിൻ്റെ വോയിസ് റെക്കോർഡാവും. അതെവിടെയില്ല. ദീപക്ക് ഇറങ്ങി ഓടുന്ന പോലെ ഒരു ആക്ട് കാണിച്ചു, എവിടെയില്ല. പിന്നൊരു ചേട്ടനോട് സംസാരിച്ചു, ആ ചേട്ടൻ ചോദിച്ചു എന്ന് പറയുന്നത്. അത് ഏത് ചേട്ടൻ? അങ്ങനെ ഒരു മൊഴി വന്നിട്ടേ ഇല്ല. അടിമുടി ദുരൂഹത. അതായത് ഇതൊക്കെ എല്ലാം പിടിക്കപ്പെട്ടു, എല്ലാം കയ്യിൽ നിന്ന് പോയി, ആള് പോയി, ദീപക്ക് പോയി എന്നറിഞ്ഞപ്പോൾ ഷിംജിത എന്ത് ചെയ്തു? വേറൊരു സ്ക്രിപ്റ്റ് ഇട്ടു. ആ സ്ക്രിപ്റ്റാണ് ഏഷ്യാനെറ്റിൽ ഷിംജിത വന്ന് വിളിച്ച് പറഞ്ഞതും. അതിപ്പോൾ ഷിംജിതയ്ക്ക് പണിയാവും ചെയ്യും. മാത്രവുമല്ല, അങ്ങനെ എന്തെങ്കിലും സംഭവിച്ചിട്ടുണ്ടെങ്കിൽ ഈ പ്രതി പോസ്റ്റ് ഗ്രാജുവേറ്റ് ആയിട്ടുള്ള വ്യക്തിയാണ്, ഒരു പഞ്ചായത്ത് മെമ്പർ ആയിരുന്നു, നിയമത്തെക്കുറിച്ച് നല്ല ധാരണയുണ്ട്. അതുകൊണ്ട് ഇങ്ങനെ എന്തെങ്കിലും സംഭവിച്ചാൽ തൊട്ടടുത്തുള്ള പോലീസ് സ്റ്റേഷനിൽ പരാതിപ്പെടേണ്ടതാണ്. വടകരയിലോ അല്ലെങ്കിൽ ഈ സംഭവം നടന്ന പയ്യന്നൂർ ഭാഗത്തോ എവിടെയെങ്കിലും ഒരു പോലീസ് സ്റ്റേഷനിലും ഈ പെൺകുട്ടി, ഈ യുവതി ഒരു പരാതിയും കൊടുത്തിട്ടില്ല എന്ന് മാത്രവുമല്ല, ഇത്തരത്തിൽ മോശമായി ചിത്രീകരിക്കുമ്പോൾ ഇയാളുടെ മാനഹാനി സംഭവിക്കാനും ഇയാൾ ഒരുപക്ഷെ ആത്മഹത്യ വരെ ചെയ്തേക്കാനുള്ള സാധ്യതയുണ്ട് എന്ന് നല്ല ബോധ്യമുണ്ടായിട്ടും ഇത്തരത്തിലൊരു വീഡിയോ ചിത്രീകരിച്ചു. 7ഓളം വീഡിയോകൾ ചിത്രീകരിച്ചു. ആ ചിത്രീകരിച്ച വീഡിയോകൾ ഇൻസ്റ്റാഗ്രാമിലും ഫേസ്ബുക്കിലും ഒക്കെ പോസ്റ്റ് ചെയ്തു എന്നുള്ളതാണ് ഈ റിമാൻഡ് റിപ്പോർട്ടിൽ പറയുന്നത്. കറക്റ്റ് കാര്യം. അതായത് വെൽ എഡ്യൂക്കേറ്റഡ് ആയിട്ടുള്ള, സൊസൈറ്റിയിൽ ഇറങ്ങി കാര്യങ്ങൾ കണ്ടും അതിലിടപെട്ടും ശീലമുള്ള ഒരു രാഷ്ട്രീയക്കാരിയായ, പോസ്റ്റ് ഗ്രാജുവേറ്റഡ് ആയിട്ടുള്ള, കൺസൾട്ടൻറ്റ് സൈക്കോളജിസ്റ്റ് ആയിട്ടുള്ള ഒരു മനുഷ്യൻ്റെ ഒരു മാനസികാവസ്ഥയെല്ലാം അറിയുന്ന ഒരു നോർമൽ ലേഡിയേക്കാൾ ഉപരി ഈ കാര്യങ്ങളിലൊക്കെ നല്ല ഗ്രാഹ്യമുള്ള സ്മാർട്ട് ലേഡി ആണ് ജിംഷിത. എന്നാൽ ഓവർ സ്മാർട്ടാണ് ജിംഷിത എന്നുള്ളതും കൂടി നമ്മളിവിടെ പറയണം.
ഇതിനകത്ത് ജിംഷിദയെ സപ്പോർട്ട് ചെയ്ത് വരുന്ന ആളുകളോടാണ്. ഇപ്പം പലരും പറയുന്നുണ്ട് ആ വീഡിയോനകത്ത് ദീപക് അങ്ങനെ ഒരു ടച്ച് ചെയ്തു, ദീപക് അങ്ങനെ കാണിച്ചു, ദീപക് ഇങ്ങനെ കാണിച്ചു. ഇൻറ്റൻഷൻ ആരതായിരുന്നു ഇവിടെ റോങ് എന്നുള്ളത് നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ? ഇപ്പം ദീപക് എന്ന് പറഞ്ഞ വ്യക്തി ജീവനോടുകൂടി ഇരിക്കുന്നുണ്ടെങ്കിൽ അന്ന് ജിംഷിദ പോസ്റ്റ് ചെയ്ത വീഡിയോയുടെ കമൻറ്റ് ബോക്സ്, ഫേസ്ബുക്കിലും ഞാൻ ആ വീഡിയോ കണ്ടിട്ടുണ്ട്, ഇൻസ്റ്റാഗ്രാമിലും ആ വീഡിയോ ഞാൻ കണ്ടിട്ടുണ്ട്. ഈ 2 വീഡിയോയുടെ കമൻറ്റ് ബോക്സിലും ജിംഷിദയ്ക്ക് സപ്പോർട്ടും ദീപക്കിൻ്റെ തൊന്തയ്ക്കും തള്ളയ്ക്കും തെറി വിളിയാണ്. ഓക്കെ, അന്ന് ആ തെറി വിളിച്ച് ചീത്ത പറഞ്ഞ ഓരോ വ്യക്തികളും അവർ വേറൊന്നും ചിന്തിക്കുന്നില്ല. ഈ ഒരു റീൽ ഇങ്ങനെ കുറേ ബസ്സിൽ വരാറുണ്ടല്ലോ, അപ്പോൾ കൂട്ടത്തിൽ ഇത് അങ്ങനെ തന്നെ ഇട്ടതാവും എന്ന് തെറ്റിദ്ധാരണ, അതായത് ഒരാളുടെ ഇൻറ്റൻഷൻ തന്നെ വേറൊരു വ്യക്തിയെ അയാളുടെ ഡിഗ്നിറ്റി കളഞ്ഞ് സൊസൈറ്റിയുടെ മുന്നിൽ അയാളെ തെറ്റിദ്ധാരണ പരത്തുന്ന രീതിയിൽ അയാളെ തെറ്റിദ്ധരിപ്പിച്ച് അയാളെ തെറിവിളി കേൾപ്പിച്ച് അയാളെ ഇല്ലാതാക്കുക എന്നുള്ളതാണ്. അത് കൃത്യമായി എക്സിക്യൂട്ട് ചെയ്തത് ഒരു എഡ്യൂക്കേറ്റഡ് ആയ സൊസൈറ്റിയിൽ ഇറങ്ങി എല്ലാ കാര്യങ്ങളും കണ്ടും തൊട്ടും അറിഞ്ഞ് മുന്നോട്ട് പോകുന്ന ഒരു ഹൈ ഇൻ്റലിജൻസ് ഉള്ള ഒരു ലേഡി ചെയ്യുമ്പോൾ അതിനെ സപ്പോർട്ട് ചെയ്യുക എന്നുള്ള ഒരു സപ്പോർട്ട് സിസ്റ്റം അവർക്ക് ബിൽഡ് ചെയ്ത് കൊടുക്കുക എന്ന് പറയുമ്പോൾ നിങ്ങൾ അവരുടെ അകത്തുള്ള ക്രിമിനലിനെയല്ലേ നിങ്ങൾ എൻ്റർടൈൻ ചെയ്യുന്നത്, സപ്പോർട്ട് ചെയ്യുന്നത്. അവിടെ ബാക്കി ഈ ഷിംജിതയെ സപ്പോർട്ട് ചെയ്യുന്നവരോടാണ് ചോദിക്കുന്നത് ഞാൻ. ദീപക്കിനെ പോലെ മാനഹാനി സംഭവിച്ച് ഇനി ലൈഫ് എന്ത് ചെയ്യുമെന്നറിയാതെ അയാൾ ചെയ്തത് എന്താന്ന് പോലും അയാളെ ഭാഗത്ത് എന്താ മിസ്റ്റേക്ക് പറ്റിയെന്ന് പോലും അയാൾക്ക് മനസ്സിലാവുന്നില്ല. ജനിച്ചു പോയതാണോ തെറ്റെന്ന് വിചാരിച്ച ഒരവസ്ഥയിൽ അയാൾ ആ കടുങ്കൈ ചെയ്തു. എന്നിട്ടും ഇപ്പോഴും അയാളെ ഇരുന്ന് അപമാനിക്കുന്ന ആളുകളുണ്ടല്ലോ നമ്മുടെ നാട്ടിലെ പോലീസുകാർ. സ്ത്രീകളെ, അതും ജിംഷിദ എന്ന് പറയുമ്പോൾ ഒരു നോർമൽ ആവറേജ് ലേഡിയേക്കാൾ കൂടുതൽ ലൈഫ് സ്റ്റൈൽ കൂടിയ, അല്ലെങ്കിൽ ലൈഫിൽ കണക്ഷൻസ് കൂടിയ, അല്ലെങ്കിൽ ലൈഫ് എക്സ്പീരിയൻസ് കൂടിയ, എഡ്യൂക്കേഷൻ കൂടിയ ഒരു ലേഡിയാണ്. അവരെ മാക്സിമം എങ്ങനെ പ്രൊട്ടക്ട് ചെയ്യാൻ നോക്കും, അല്ലെങ്കിൽ അവരുടെ ഭാഗത്ത് എന്തെങ്കിലും രീതിയിലൊരു ന്യായം ഉണ്ടെങ്കിൽ അതെങ്ങനെ പുറത്തു കൊണ്ടുവരാൻ നോക്കും എന്നുള്ളതേ പോലീസ് സിസ്റ്റം അവിടെ ചെയ്യും. അവരെത്ര ഗണിഞ്ഞ് ശ്രമിച്ചിട്ടും ഒന്നും അവർക്ക് കിട്ടുന്നില്ല. ജിംഷിദയെ ന്യായീകരിക്കാൻ പറ്റുന്ന രീതിയിൽ ഷിംജിതയെ ഒന്നും അവർക്ക് കിട്ടുന്നില്ല. സോറി കേട്ടോ, ഞാൻ ഇന്നലത്തെ വീഡിയോയിലൊക്കെ ഷിംജിത എന്നുള്ളത് ജിംഷിദ എന്ന് ഞാൻ പറയുന്നുണ്ട്. അത് എൻ്റെ നാക്ക് തെറ്റിപ്പോണതാണ്, എനിക്കറിയില്ല. കാരണം ഷിംജിത എന്നുള്ള വാക്കിനോട് ഞാൻ അത്ര യൂസ്ഡ് അല്ല. കാരണം അങ്ങനത്തെ പേര് ഞാൻ ആദ്യമായിട്ടാണ് കേൾക്കുന്നത്. ഈ ജംഷിദ എന്നുള്ള നമ്മുടെ നാട്ടിലുള്ള പേരുകളായതുകൊണ്ടാണ് അങ്ങനെ പറ്റിപ്പോയത്. ഇന്നലെ പറ്റി, അതിന് ഞാൻ സോറി ചോദിക്കാൻ മറന്നു. ഇപ്പോൾ ഞാൻ സോറി ചോദിക്കുകയാണ്. ഷിംജിത, ഓക്കെ. അപ്പോൾ ഇനിയും 1-2 കാര്യങ്ങളും കൂടി ഉണ്ട് ഈ റിമാൻഡ് റിപ്പോർട്ടിൽ, അതും കൂടി നോക്കാം. ഒപ്പം ഈ മൊബൈൽ ഫോണിൽ ഇൻസ്റ്റഗ്രാമും ഫേസ്ബുക്കും അടക്കമുള്ള സമൂഹ മാധ്യമ പേജുകൾ ഡിലീറ്റ് ചെയ്ത് കളഞ്ഞിട്ടുണ്ട്. അതൊക്കെ തിരിച്ചെടുക്കേണ്ടതുണ്ട്. ഈ പ്രതിയെ ചോദ്യം ചെയ്യേണ്ടതുണ്ട്. ഈ പ്രതിയെ പുറത്തുവിട്ടാൽ കൂടുതൽ ഇത്തരം സംഭവങ്ങൾ ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ട് ജാമ്യം അനുവദിക്കരുത് എന്നുള്ളതാണ് റിമാൻഡ് റിപ്പോർട്ടിൽ എഴുതി ചേർത്തിട്ടുള്ളത്. അതായത് ഈ വീഡിയോ ചിത്രീകരിച്ചത് തന്നെ പോലീസ് കൃത്യമായി രേഖപ്പെടുത്തുന്നു. അതായത് 7ഓളം വീഡിയോകൾ ഷിംജിത്ത് ചിത്രീകരിച്ചിട്ടുണ്ട്. അത് പലതരത്തിൽ ദീപക് ഇതിൽ കയറിയതിനു ശേഷവും അദ്ദേഹം അടുത്ത് നിൽക്കുമ്പോഴുമുള്ള പലതരത്തിലുള്ള വീഡിയോകളാണ്. ഈ യുവതി പയ്യന്നൂരിലെ ഈ സ്വകാര്യ ബസ്സിൽ വെച്ച് 7ഓളം വീഡിയോകൾ ചിത്രീകരിച്ചിട്ടുണ്ട് എന്നാണ്. ഈ വീഡിയോകളെല്ലാം അസ്വീകാര്യമായ രീതിയിലാണ് ചിത്രീകരിച്ചിരിക്കുന്നത് എന്നുകൂടെ റിമാൻഡ് റിപ്പോർട്ടിൽ പറയുന്നു. അതായത് ഉന്നത വിദ്യാഭ്യാസം നേടിയ പോസ്റ്റ് ഗ്രാജുവേഷൻ ഉള്ള ഒരു യുവതിയാണ് ഷിംജിത മുസ്തഫ. അവർക്ക് ഇങ്ങനെ ഒരു സംഭവം ഉണ്ടായിക്കഴിഞ്ഞാൽ, തനിക്ക് എന്തെങ്കിലും മോശം അനുഭവം ഉണ്ടായിക്കഴിഞ്ഞാൽ അത് പോലീസിൽ റിപ്പോർട്ട് ചെയ്യാനുള്ള എല്ലാവിധ അറിവും വിവേകവും അവർക്കുണ്ട്. പയ്യന്നൂരിലെ ഈ ബസ്സിൽ നിന്നുള്ള CCTV ദൃശ്യവും പരിശോധിച്ചതായിട്ട് റിമാൻഡ് റിപ്പോർട്ടിൽ പറയുന്നുണ്ട്. ആ CCTV ദൃശ്യത്തിൽ അസ്വാഭാവികമായി ഒന്നും തന്നെ കണ്ടെത്താൻ കഴിയില്ല. ദീപക്കും ഷിംജിത മുസ്തഫയും 10:42 ഈ ബസ്സിൽ കയറിയിട്ടുണ്ട്. ബസ്സിൽ കയറിയതിനു ശേഷം ഇവർ 7ഓളം വീഡിയോകൾ ചിത്രീകരിക്കുന്നു. പക്ഷെ അങ്ങനെ അസ്വാഭാവികമായി ഒന്നും ഉണ്ടായിട്ടില്ല എന്നാണ് വീഡിയോ ദൃശ്യത്തിൽ നിന്ന് മനസ്സിലാകുന്നത്. പിന്നീട് ദീപക്കും ഷിംജിതയും ഒക്കെ ആ ബസ്സിൽ നിന്ന് ഇറങ്ങി ഒരു അസ്വാഭാവികതയും തോന്നാത്ത രീതിയിൽ സ്വാഭാവികമായി തന്നെ നടന്നു നീങ്ങുന്നതായിട്ടും കണ്ടു എന്ന് ഈ റിമാൻഡ് റിപ്പോർട്ടിൽ കൃത്യമായി തന്നെ പറഞ്ഞു വെക്കുന്നുണ്ട്. ഇപ്പോൾ ഷിംജിതയെ സപ്പോർട്ട് ചെയ്യുന്നവരോട് ഒരു ചോദ്യം. ഒന്നാമത്തെ കാര്യം, ഷിംജിത എന്തിനാണ് ഷിംജിതയുടെ ഫേസ്ബുക്കും ഇൻസ്റ്റാഗ്രാമും അടക്കം ഈ വീഡിയോ അപ്ലോഡ് ചെയ്ത് എല്ലാ സോഷ്യൽ മീഡിയ അക്കൗണ്ടുകളും ഡിലീറ്റ് ചെയ്തത്? ദുരൂഹതയില്ലേ? 7 വീഡിയോസ് ഷൂട്ട് ചെയ്തു എന്ന് പറയുന്നു. ആ 7 വീഡിയോ മാത്രമാണോ ഉള്ളത്, അതോ ഡിലീറ്റ് ചെയ്ത് കളഞ്ഞ വേറെ വീഡിയോസ് ഉണ്ടോ? അടുത്ത ദുരൂഹതയില്ലേ? ഇനി ഇത് സ്വീകാര്യമല്ലാത്ത രീതിയിലാണ് ഈ വീഡിയോ ഷൂട്ട് ചെയ്തതെന്ന് പറയുമ്പോൾ ഓക്വേർഡ് പൊസിഷനിലേക്ക് ഒരു വ്യക്തി നിൽക്കുമ്പോഴോ, അല്ലെങ്കിൽ ആ വ്യക്തി അങ്ങനെ കാണിക്കാനോ വേണ്ടി ഷൂട്ട് ചെയ്ത വീഡിയോ ആയിട്ട് നമുക്കത് കരുതിക്കൂടെ? ഇപ്പോൾ പലർക്കും ചോദിക്കാം,
ദീപക്ക് മുന്നിൽ നിൽക്കുന്ന ലേഡിയെ മോശമായ രീതിയിൽ എന്തെങ്കിലും ചെയ്തിട്ടുണ്ടെങ്കിൽ അത് കാണാൻ വേണ്ടിയിട്ടോ അല്ലെങ്കിൽ അത് കാണിക്കാൻ വേണ്ടിയിട്ടോ ഷൂട്ട് ചെയ്ത വീഡിയോസ് ആയിക്കൂടെ അത് എന്നുള്ളത്. പോലീസുകാർ പൊട്ടന്മാരല്ലല്ലോ, അവർ ഓബിയസ്ലി അവരത് ചെക്ക് ചെയ്യുമല്ലോ. അപ്പോൾ അത് ചെക്ക് ചെയ്ത സമയത്ത് അവർ തന്നെ പറയുന്നുണ്ട് സ്വീകരിക്കാൻ പറ്റാത്ത രീതിയിലുള്ള വീഡിയോസാണ്. അതായത് ഒരു വ്യക്തിയെ ഡിഫെയിം ചെയ്യാൻ, അയാളുടെ ഡിഗ്നിറ്റി പൊട്ടിക്കാൻ, അയാളെ മനഃപൂർവ്വം ഈ ഒരു സിറ്റുവേഷനിലേക്ക് ഇയാൾ ഇങ്ങനത്തെ വൃത്തികെട്ടാനാന്ന് കാണിക്കാൻ വേണ്ടി ഷൂട്ട് ചെയ്ത് വെച്ചൊരു വീഡിയോ പോലെ പോലീസിന് തോന്നിയതുകൊണ്ടാണ് പോലീസ് അത് പറഞ്ഞത്. സ്വീകാര്യമല്ലാത്ത വീഡിയോസാണ് അതൊക്കെ എന്നുള്ളത്. ഓക്കെ, പിന്നെ 7 വീഡിയോ എടുക്കുന്നു, ആ 7 വീഡിയോ കട്ട് ചെയ്ത് ഒട്ടിക്കുന്നു, എന്നിട്ടത് പബ്ലിക്കായിട്ട് പോസ്റ്റ് ചെയ്യുന്നു. ഇതിൽ വേറൊരു ഡൗട്ട്ഫുൾ ആയിട്ടുള്ളൊരു എലമെൻറ്റ് ഞാൻ പറഞ്ഞുതരാം. ഇതിനകത്ത് ഷിംജിത ബസ്സിൽ കയറിയത് മുതൽ വീഡിയോ എടുത്തു തുടങ്ങുക. ഓക്കെ, അപ്പോൾ ഷിംജിത പറഞ്ഞത് വെച്ച് നോക്കുമ്പോൾ ദീപക്ക് മുന്നിൽ നിന്ന സ്ത്രീയാണ് മോശമായ രീതിയിൽ എന്ത് ചെയ്യുന്നത്, അവരെ ഭയങ്കരമായി ഹരാസ് ചെയ്യുന്നത്. ആ ലേഡിയുടെ മുഖത്ത് നിന്ന് വായിച്ചു എന്നാണ് ഷിംജിത ഏഷ്യാനെറ്റ് ന്യൂസിനോട് പറഞ്ഞത്. ഈ 7 വീഡിയോ എടുക്കുമ്പോഴും 7-8 മിനിറ്റ് ആ ലേഡിയും ദീപക്കിൽ നിന്ന് ദുരനുഭവം അനുഭവിച്ചിട്ടുണ്ടെങ്കിൽ അവർ പുറത്ത് വരണ്ടേ? അവർ പുറത്ത് വരണമല്ലോ. അവരിതുവരെയായിട്ട് പുറത്ത് വന്നിട്ടില്ല. അങ്ങനെ ലേഡി ഉണ്ടോ എന്ന് തന്നെ ഒരു അറിവില്ലായിരിക്കും. പിന്നെ അത് മാത്രമല്ല, പോലീസിനെ വിളിച്ചു എന്ന് പറയുന്നു. പോലീസിന് ഏതോ ഒരു സുഹൃത്തായ പോലീസിനെ വിളിച്ചു എന്ന് പറഞ്ഞിട്ടുണ്ട്. അവരുടെ ഒരു ന്യൂസ് ക്ലിപ്പിന് കൊടുത്തിട്ടുള്ള ബൈറ്റിനകത്ത്, ഏഷ്യാനെറ്റിന് കൊടുത്ത ബൈറ്റിനകത്ത് ഏത് പോലീസുകാരൻ? പിന്നെ പോലീസുകാരനില്ല. അതൊക്കെ ഫേക്കാണ്, അട്ടർ ബ്ലണ്ടറാണ്. അതൊക്കെ ഷിംജിത വിളിച്ചു പറഞ്ഞിട്ടുണ്ടായിരുന്നു ന്യൂസിൽ. പിന്നെ ഷിംജിതയുടെ ഇൻറ്റൻഷൻ എഗെയിൻ ഞാൻ പറയുന്നു, ഇത്രയും വീഡിയോ ക്ലിപ്സ് എടുത്തതിന് ശേഷം ഓക്കെ, ഇൻറ്റൻഷൻ വാസ് വെരി ക്ലിയർ. ഇതെന്താണെങ്കിലും സോഷ്യൽ മീഡിയയിൽ ഇടാൻ പാകത്തിനായി എന്നറിഞ്ഞതിന് ശേഷമാണ് ആ വീഡിയോ കട്ട് ചെയ്തിട്ടുള്ളത്. അതിൻ്റെ ഒരു സന്തോഷമാണ് അവരുടെ മുഖത്ത് കണ്ടത്, അല്ലേ? ആണ്, അത് തന്നെയാണ് കണ്ടത്. പിന്നെ ഇവരുടെ സോഷ്യൽ മീഡിയ അക്കൗണ്ടുകൾ, ഞാൻ ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു, എന്തിനാണ് ഇവർക്ക് ഇത്രത്തോളം ഫോളോവേഴ്സ് കയറ്റി കൊടുക്കുന്നത് എന്ന് വെച്ച് ഇൻസ്റ്റാഗ്രാമിൽ ഞാൻ റീൽ ഇട്ടിട്ടുണ്ട്. കാരണം ഞാൻ ആദ്യം ഷിംജിതയുടെ എക്സ്പ്ലനേഷൻ വീഡിയോ ഉണ്ടായിരുന്നു ഇത് കഴിഞ്ഞതിന് ശേഷം. അത് കണ്ട സമയത്ത് അത് കണ്ടിട്ട് ഞാൻ ചോദിച്ചു, അവരുടെ ഇൻസ്റ്റാഗ്രാമിൽ ഈ ദീപക്കിൻ്റെ വീഡിയോ ഇട്ടത് ഡിലീറ്റ് ചെയ്തിട്ടുണ്ട്, എന്നിട്ടാണ് എക്സ്പ്ലനേഷൻ വീഡിയോ ഇട്ടിട്ടുള്ളത്. അപ്പോൾ 9,000 സംതിങ് ഫോളോവേഴ്സ്, പിന്നെ 11,000 ഫോളോവേഴ്സ് ആയത്. അപ്പോഴും അവരുടെ അക്കൗണ്ട് ആക്റ്റീവാണ്. പെട്ടെന്ന് അവരുടെ അക്കൗണ്ട് യൂസർ നോട്ട് ഫൗണ്ട് ആയി, മനസ്സിലായോ? പക്ഷെ ഇപ്പോൾ അക്കൗണ്ട് പ്രൈവറ്റാണ്. അപ്പോൾ ഇതിന് മൾട്ടിപ്പിൾ ലോഗിൻ ഉണ്ടോ നോക്കണം. ഷിംജിതയുടെ അക്കൗണ്ട് വേറെ ആരെങ്കിലും ലോഗിൻ ചെയ്തിട്ട് പ്രൈവറ്റ് ആക്കിയിട്ട് എടുത്ത് വെച്ചതാണോ എന്നുള്ളത് നോക്കണം. അങ്ങനെയാണെങ്കിൽ ഷിംജിതയ്ക്ക് സഹായം കിട്ടി എന്നുള്ള കാര്യം ഉറപ്പാണ്. ഷിംജിത മാത്രമാണോ അക്കൗണ്ടിൽ ലോഗിൻ ആയിട്ടുള്ളത്, അതോ വേറെ ഏതെങ്കിലും ഫോണിൽ നിന്ന് വേറെ ലൊക്കേഷനിൽ ആരെങ്കിലും ലോഗ്ഡ് ഇൻ ആണോ നോക്കണം. നിർബന്ധമായിട്ട് നോക്കേണ്ട കാര്യമാണ്. അപ്പം അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ഇതിനകത്ത് പോലീസിന് ചെക്ക് ചെയ്തെടുക്കാൻ പറ്റും. ഓക്കെ, ഇത് കരുതിക്കൂട്ടി രാഷ്ട്രീയവും അവരുടെ മണി, മസിൽ, പൊളിറ്റിക്കൽ പവർ ഉപയോഗിച്ചിട്ട് ഷിംജിതയെ രക്ഷപ്പെടുത്തണം എന്ന് ആർക്കും താല്പര്യമില്ലെങ്കിൽ, അവർ ചെയ്ത തെറ്റിന് അവർക്ക് ശിക്ഷ കിട്ടണം എന്നുള്ള ആ ഒരു കാര്യം മനസ്സിലുണ്ടെങ്കിൽ ഷിംജിതയുടെ ഫോണിൻ്റെ ഫോറൻസിക് റിപ്പോർട്ടും വരുമ്പോൾ ഏറെക്കുറെ കാര്യങ്ങളൊക്കെ ക്ലിയർ ആവും. പിന്നെ അതിനുശേഷം ഷിംജിതയുടെ ഈ ബസ്സിൽ കയറുന്നതിന് മുമ്പുള്ള മണിക്കൂറുകൾ, അതിൻ്റെ കോൾ റെക്കോർഡുകൾ, ബസ്സിൽ നിന്ന് ഇറങ്ങിയതിന് ശേഷമുള്ള മണിക്കൂറുകൾ, അതിൻ്റെ കോൾ റെക്കോർഡുകൾ, ഇത് നിർബന്ധമായിട്ടും പോലീസ് എടുക്കണം. അത് എടുത്തു കഴിഞ്ഞാൽ അതിൽ തന്നെ ഉണ്ടാവും ഇവർക്ക് ആവശ്യമായിട്ടുള്ള, പോലീസിന് ആവശ്യമായിട്ടുള്ള തെളിവുകൾ. ആൻഡ് എഗെയിൻ ഞാൻ പറയുന്നു, ഷിംജിത ഇത് പ്ലാൻ ചെയ്ത് ചിലപ്പോൾ ഒറ്റയ്ക്കായിരിക്കില്ല. അല്ലെങ്കിൽ ഇതിങ്ങനത്തെ ഒരു അവസരം കാത്തു നിന്ന ഷിംജിതയ്ക്ക് ഒരാളെ കിട്ടി, അയാളെ അവർ ട്രാക്ക് ചെയ്തു, ഇങ്ങനത്തെ ഒരു കെണി വെച്ചു, കെണിയിലേക്ക് കൊണ്ടുവന്നിട്ടു. ഈ കെണി ഓർഗനൈസ് ചെയ്യാനും എക്സിക്യൂട്ട് ചെയ്യാനും അതിനുശേഷം ഇത് എഡിറ്റ് ചെയ്യാനൊക്കെ വേറെ ആളുകളുടെ സഹായം ലഭിച്ചു കാണും. അതാരൊക്കെ എന്നുള്ളതും കൂടി ഒന്ന് പോലീസ് അന്വേഷണത്തിൽ തെളിഞ്ഞാൽ നല്ലത്. ഓക്കെ, ഇതാണ് റിമാൻഡ് റിപ്പോർട്ടും കാര്യങ്ങളൊക്കെ. ഫൈൻ. പിന്നെ ഒറ്റ ചോദ്യം ഞാൻ പറഞ്ഞല്ലോ, ഒരു ചോദ്യത്തിന് ഉത്തരം എനിക്ക് ഷിംജിതയെ സപ്പോർട്ട് ചെയ്യുന്നവർ തന്നാൽ മതി. എന്തിനാണ് ഇവർ വീഡിയോ ക്ലിപ്പുകളും സോഷ്യൽ മീഡിയ അക്കൗണ്ടുകളും ഇവരുടെ ഫോണിൽ നിന്ന് ഡിലീറ്റ് ചെയ്തത്? തെറ്റുകാരി അല്ല എന്നുണ്ടെന്നുണ്ടെങ്കിൽ ആ വിഷ്വൽസും ആ സോഷ്യൽ മീഡിയ അക്കൗണ്ടൊക്കെ അവിടെ തന്നെ നിലനിർത്തി കൂടെ വരും. അതെന്തിനു ചെയ്തു? അപ്പോൾ ആ സോഷ്യൽ മീഡിയ അക്കൗണ്ടുകളിൽ ഇവരാരോടൊക്കെയോ സംസാരിച്ചിട്ടുണ്ടാവും ചിലപ്പോൾ ഈ വീഡിയോ ക്ലിപ്പ് ഇട്ടതിന് ശേഷം. അത് പോലീസിൻ്റെ കൈ കിട്ടിക്കഴിഞ്ഞാൽ പണിയാവും എന്ന് അറിഞ്ഞതുകൊണ്ടായിരിക്കണം അത് ഡിലീറ്റ് ചെയ്തത്. എന്തൊക്കെയോ ദുരൂഹതകളില്ലേ?